ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ വീഡിയോസ് വേറെ ലെവലിലേക്ക് ആക്കാൻ പറ്റണ ഒരു സംഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ വീഡിയോസും നിങ്ങൾ ലോകത്ത് കാണുന്ന ഏതൊക്കെ വീഡിയോ ഉണ്ടോ അതെല്ലാം ഉണ്ടാക്കുന്നത് പല ഫോട്ടോസ് കൂട്ടി വെച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 30 FPS ആണ്. അതായത് ഒരു സെക്കൻഡിൽ ഈ വീഡിയോയിൽ നിങ്ങൾ 30 ഫ്രെയിംസ് ആണ് കാണുന്നത്. 30 ഫോട്ടോസ് കൂട്ടി വെച്ചിട്ടാണ് ഒരു സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് ആൾക്കാർ സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു കുതിര ഓടുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ യൂസ് ചെയ്ത് വെക്കുന്നതാണ് ഫിലിം റോൾ. ആ ഫിലിം റോളിൽ പല പല ഫോട്ടോസ് ഉണ്ടാവും. അതിനുശേഷം ഒരു മെഷീനിലിട്ട് അത് കറക്കുമ്പോൾ നമുക്കതൊരു വീഡിയോ പോലെ തോന്നും. അത് തന്നെയാണ് സ്റ്റോപ്പ് മോഷനിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കിങ് കോങ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കിങ് കോങ് അല്ല, 1933 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു കിങ് കോങ് ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ അവർ സ്റ്റോപ്പ് മോഷൻ ലൈവ് ആക്ഷൻ തമ്മിലും പുറത്തിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് മോഷൻ ചെയ്യാമെന്ന് കാണാൻ പോവാണ്. വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റോപ്പ് മോഷൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമറ സ്റ്റഡി ആയിട്ട് വെക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാമറ സ്റ്റഡി ആയിട്ട് വെക്കാം. സ്റ്റോപ്പ് മോഷൻ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ അനക്കാൻ ഉദ്ദേശിക്കണേ, അതല്ലാതെ വേറൊന്നും അനങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് സ്റ്റോപ്പ് മോഷൻ ഫോണിൻ്റെ ക്യാമറ വെച്ചും ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് വെച്ചും ചെയ്യാം. മൊബൈൽ ക്യാമറ വെച്ചാണ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റിനെ നീക്കിയിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ വീണ്ടും നീക്കിയിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാം. അങ്ങനെ നീക്കി ഫോട്ടോ എടുത്ത് പോവാം. അടുത്തത് എഡിറ്റിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട്. ആദ്യം വീഡിയോസിൽ പോവാം, ശേഷം ന്യൂ നിൽക്കാം. മുകളിലത്തെ സെക്ഷൻ ഫോട്ടോയിലാക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോസ് ബാക്കിൽ നിന്ന് സെലക്ട് ചെയ്ത് പോവാം. ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന പച്ച കളർ ടിക്ക് നിൽക്കാം. അപ്പോൾ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഐക്കൺസ് കുറച്ചങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഐക്കൺ കാണും. അതുമ്പോൾ നിൽക്കാം. അതിനുശേഷം 0.1 സെക്കൻഡിൽ സെറ്റ് ചെയ്തിട്ട് അപ്ലൈ ടു ഓളുമ്പോൾ നിൽക്കാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് മോഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സ്റ്റോപ്പ് മോഷൻ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് മോഷന് വേണ്ടി മാത്രമായിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പേര് സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ എന്നാണ്. ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ന്യൂ മൂവി എന്ന് പറയുന്ന സെക്ഷനിൽ നിൽക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അതിനുശേഷം സൈഡിലുള്ള ഫോട്ടോ ഐക്കണിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലാണ് നമ്മൾ എത്താം. സാധാരണ നമ്മൾ സ്റ്റോപ്പ് മോഷൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഷേക്ക് ആവുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആ പ്രശ്നം വരാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലോക്കിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതുമ്പോൾ നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 5 സെക്കൻഡാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അതിനുശേഷം ഡണ്ണ് നിൽക്കിയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 5 സെക്കൻഡിലും ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ എടുത്തെടുത്ത് പോകും. സ്റ്റോപ്പ് മോഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് സൈഡിലുള്ള ബാർ കണ്ട അതിൽ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഏത് ഫോട്ടോയാണ് എടുത്തത് ആ ഫോട്ടോ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക. അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ സബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ മാറ്റി കളയാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എത്ര ഫ്രെയിം പെർ സെക്കൻഡ് വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 24 ഇടുന്നത്, അതാണ് സ്റ്റാൻഡേർഡ് ഫ്രെയിം റേറ്റ്. അപ്പോൾ ഈ സ്റ്റോപ്പ് മോഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് സ്റ്റോപ്പ് മോഷൻ ഉണ്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.